തിരുവനന്തപുരം എന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം UDFന് നിർണായകമാകുന്ന ഒരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ MLA എന്നത് അസാധുവായിട്ടുള്ള സാഹചര്യം ആണ് ഉള്ളത്. തിരുവനന്തപുരത്തിന് നിലവിൽ ഒരു MLA ഇല്ല എന്ന് തന്നെ പറയാം. അവിടുത്തെ MLA ആയിരുന്നത് ആന്റണി രാജു ആയിരുന്നു. എന്നാൽ തൊണ്ടി മുതൽ കൃത്രിമ കേസിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ പദവി നഷ്ടമായിരിക്കുന്ന ഒരു സാഹചര്യം. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന പശ്ചാത്തലത്തിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യം ഇല്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ തിരുവനന്തപുരം എന്നത് ഇടതു വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറുന്നുണ്ട്. അവിടെ കഴിഞ്ഞ തവണ ആന്റണി രാജു വിജയിക്കുമ്പോൾ അതിൽ ഈ സഭാ വോട്ടുകൾ നിർണായകമായിട്ടുണ്ട് എന്നത് നമുക്ക് ആ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വരാൻ പോകുന്ന അതായത് 2021 കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് ഈ ഡേറ്റയിലേക്ക് പോകാൻ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു പശ്ചാത്തലം, അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് എത്ര വോട്ട് ലഭിച്ചു എന്ന കാർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഡേറ്റയാണ് പ്രേക്ഷകർക്ക് വേണ്ടി PCR നിന്ന് പ്ലേ ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ആന്റണി രാജുവിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഡേറ്റ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ട്. 2021 തെരഞ്ഞെടുപ്പ് ചിത്രം ഇതാണ്. ആന്റണി രാജു LDFിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചത് 48,000-ൽ അധികം വോട്ടുകൾക്കാണ്. 48,748 വോട്ടുകൾ ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് ലഭിച്ചതെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിന്റെ VS ശിവകുമാർ അവിടെ നേടിയത് 41,659 വോട്ടുകൾ ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ നമുക്ക് ആ ലീഡ് നില ഏകദേശം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഏതാണ്ട് 7,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ആന്റണി രാജു അവിടെ വിജയക്കൊടി പാറിച്ചത്. ഒരു പരിധിവരെ അപ്രതീക്ഷിത വിജയമെന്നോ അട്ടിമറി വിജയമെന്നോ ഒക്കെ പറയാവുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഡേറ്റ കൂടി ഇതിൽ പ്രധാനപ്പെട്ടതായി മാറുന്നത് NDAയുടെ സ്ഥാനാർത്ഥി BJPയുടെ G കൃഷ്ണകുമാർ ആയിരുന്നു അവിടെ മത്സരിച്ചത്. 34,000-ലധികം വോട്ടുകൾ നേടാൻ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു എന്നതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം ഇത്തവണയും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലം മാറിയിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. തിരുവനന്തപുരത്ത് ഇത്തവണ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലുടനീളമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനല്ല BJP ശ്രമിക്കുന്നത്. മറിച്ച് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളെ ഇളക്കി മറിക്കുക എന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് അവർ പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭയ്ക്ക് കൂടി തൽപരനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നുവെങ്കിൽ വിജയ സാധ്യത UDF കാണുന്നത്. ഇനി മറ്റൊരു വിവരം കൂടി പങ്കുവെക്കാനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതായത് 2026 ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് വോട്ട് നില എത്തുമ്പോൾ ഇനി പങ്കുവെക്കുന്ന ഡേറ്റ എന്നത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതാണ് ഏറ്റവും പുതിയ ഒരു ഡേറ്റ എന്നത്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ LDFിൻ്റെ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 40,000-ൽ അധികം വോട്ടുകൾ അവർക്ക് നേടാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്നത് NDA ആണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നതാണ്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലും നേമത്തുമാണ് 1ാം സ്ഥാനത്ത് NDA എത്തിയിട്ടുള്ളത് എങ്കിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡല പരിധിയിൽ നടന്നിട്ടുള്ള കോർപ്പറേഷനുകളിലെ വോട്ട് ഘടന പരിശോധിക്കുമ്പോൾ അവർ 2ാം സ്ഥാനത്തേക്ക് എത്തി. അത് 34,450 എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയം UDFനാകട്ടെ 33,544 വോട്ടുകൾ നേടാൻ സാധിച്ചു. അപ്പോഴും ലീഡ് ഇടതുപക്ഷത്തിന് തന്നെയാണ്. ആ ഇടതുപക്ഷത്തിൻ്റെ ലീഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറികടക്കാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ UDFനുണ്ടാകുന്നു. മാത്രമല്ല BJP ഒരുപക്ഷെ വോട്ട് മെച്ചപ്പെടുത്തിയേക്കാം. അങ്ങനെ മെച്ചപ്പെടുത്തിയാൽ തന്നെ അത് UDFിൻ്റെ കോട്ടകളിൽ നിന്ന് മാത്രമാകണമെന്നില്ല വോട്ട് നഷ്ടപ്പെടുക എന്ന ഒരു വിലയിരുത്തലുണ്ട്. ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു ട്രെൻഡ് എന്നത് ന്യൂനപക്ഷങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അനുകൂലമാകുന്ന കൃത്യമായ ഒരു തരംഗത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നും തിരുവനന്തപുരത്ത് വിജയം നേടാൻ സാധിക്കുമെന്നും ഒരു പൊതു കണക്കുകൂട്ടലിലേക്ക് UDF എത്തുമ്പോഴാണ് സഭയുടെ പിന്തുണ എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. സഭ ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സഭയ്ക്ക് കൂടി തൽപരനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം തിരിച്ചു പിടിക്കുക എന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന, അതായത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ഒരു നീക്കം എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ തീരദേശ മേഖലയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി, അതല്ല എങ്കിൽ സഭയ്ക്ക് കൂടി തൽപരനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് തിരുവനന്തപുരത്ത് നമുക്ക് UDF കോട്ടയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതായി വരുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.